നമസ്കാരം. മഹാരാഷ്ട്രയിൽ ഒരു ട്രക്ക് ഡ്രൈവർ ATSൻ്റെ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡിൻ്റെ പിടിയിലായിരിക്കുകയാണ്. ട്രക്ക് ഡ്രൈവർ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡിൻ്റെ പിടിയിലാകുമ്പോൾ സാധാരണ ഇത്രയും കാലത്തെ ഭീകരാക്രമണങ്ങളുടെ വാർത്തകൾ വായിച്ചും കണ്ടും കേട്ടും ഒക്കെ അറിഞ്ഞ് പരിചയപ്പെട്ട ഭാരതീയരുടെ മനസ്സിൽ തോന്നുക ഇയാളെന്തോ സ്ഫോടനം അല്ലെങ്കിൽ സ്ഫോടന പരമ്പര സൃഷ്ടിക്കുവാൻ അല്ലെങ്കിൽ ട്രക്കിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച് എവിടെയെങ്കിലും ആക്രമണ പദ്ധതി ഇട്ട് അതുമായി മുന്നോട്ട് പോകുവാനുള്ള ശ്രമത്തിനിടയിൽ പിടിയിലായതാണെന്ന് അല്ല. ഇത് കുറച്ചുകൂടി ഒരു ഇന്നലെ ചെങ്കോട്ടയിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പറഞ്ഞതുപോലെ ഒരു ബൗദ്ധികമായിട്ടുള്ള ഭീകരാക്രമണത്തിൻ്റെ ആളായിരുന്നു ഈ ട്രക്ക് ഡ്രൈവർ. ഇയാളുടെ പേര് സൊഹൈൽ റസാഖ് ഷെയ്ഖ് എന്നാണ്. ഒരു സാധാരണ ട്രക്ക് ഡ്രൈവറാണ്. പക്ഷേ ഇയാളുടെ പ്രധാന പരിപാടി പ്രത്യേകമായിട്ടുള്ള ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പുകൾ വഴി പിടികിട്ടാപ്പുള്ളികളായി ഭാരതം പ്രഖ്യാപിച്ചിട്ടുള്ള ഭീകരവാദികളുടെ പ്രസംഗങ്ങളുടെ വീഡിയോകൾ പ്രചരിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അതൊരു വലിയ അന്താരാഷ്ട്ര തലത്തിലുള്ള എന്തെങ്കിലും ഒരു ഭീകരവാദ പ്രവർത്തനമാണോ എന്ന് ചോദിച്ചാൽ അല്ല, കുറ്റമാണോ എന്ന് ചോദിച്ചാൽ വലിയ കുറ്റം തന്നെയാണ്. ഇയാളുടെ പ്രിയപ്പെട്ട പ്രാസംഗികർ എന്ന് പറയുന്നത് ലഷ്കർ-എ തൈബയുടെ കമാൻഡറായിട്ടുള്ള ജിഹാദി ഫർഹത്തുള്ള ഖോറി, ജെയ്ഷെ മുഹമ്മദിൻ്റെ തലവൻ മസൂദ് അസർ തുടങ്ങിയ താമസിയാതെ അജ്ഞാതൻ്റെ കൈകളാൽ ഹൂറിഫൈഡ് ആകേണ്ട ജിഹാദികളാണ് ഇയാളുടെ പ്രിയപ്പെട്ട പ്രാസംഗികർ. ഇയാൾ നിരവധി ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പുകളിൽ ഇവരുടെ നിരവധി പ്രസംഗങ്ങളുടെ വീഡിയോകൾ പ്രചരിപ്പിച്ചിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വീഡിയോ പലർക്കും ഈ പറയുന്ന പോലെ മതഭ്രാന്ത് കൊണ്ട് മാത്രം പ്രചരിപ്പിക്കുവാനുള്ളൊരു ത്വരയുണ്ടാകും. സാക്കിർ നായിക്കിൻ്റെയൊക്കെ ഒരുപാട് ഫാൻസ് ഉണ്ട്, ഒരുപാട് ആരാധകരുണ്ട്. അവരൊന്നും പ്രത്യക്ഷത്തിൽ ഭീകരവാദ സംഘവുമായിട്ട് ബന്ധമുള്ളവരല്ല. ഭീകരവാദ പ്രവർത്തനങ്ങളിൽ അവർ ഇപ്പോൾ ഈ നിമിഷം വരെ ഏർപ്പെട്ടിട്ടുമില്ല. അങ്ങനെയുള്ളവർ നിരവധി ഉണ്ടാകും. പക്ഷേ അവരുടെ ഒരു കാര്യം പ്രത്യേകം അവരെ ശ്രദ്ധിക്കേണ്ടി വരുന്നതിൻ്റെ കാര്യം കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ പലപ്പോഴും നമ്മളോട്, നമ്മുടെ സ്രോതസ്സുകളോട്, വാർത്താ സ്രോതസ്സുകളോടോ നമ്മളോട് നേരിട്ടോ പറഞ്ഞിട്ടുള്ളവർ, അതിൽ പ്രവർത്തിച്ച് പരിചയമുള്ളവർ പറഞ്ഞിട്ടുള്ളത്, ഇവരെയെല്ലാം നിരീക്ഷണത്തിൽ വയ്ക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഒന്നുകിൽ ഇവരെ ഏതെങ്കിലും ഭീകരവാദ സംഘടനകൾ ഭാവിയിൽ ഏറെ താമസിയാതെ ബന്ധപ്പെട്ട് ഇവരെ അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ ശ്രമിച്ചേക്കാം. ആ ശ്രമങ്ങളിൽ അവർ വിജയിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം കൃത്യമായിട്ട് തന്നെ മതബോധം മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്തിട്ടുള്ള വ്യക്തികളാണ് ഈ ജിഹാദികൾ. കാരണം പൊട്ടൻഷ്യൽ ഭീകരവാദികളാണ് ഇപ്പോഴത്തെ ഈ ജിഹാദികൾ എന്നുള്ളത്. രണ്ടാമത്തെ ഒരു കാരണം ഇവരെക്കുറിച്ച് പറയുവാനുള്ള, ഇവരെ നിരീക്ഷണത്തിൽ വയ്ക്കുവാനുള്ള കാരണം, ഇവർ പലപ്പോഴും സ്ലീപ്പർ സെല്ലുകളുടെ ഭാഗമായിരിക്കാം. ഒന്നുകിൽ പൊട്ടൻഷ്യൽ ജിഹാദികൾ, ഭീകരവാദികൾ, അല്ലെങ്കിൽ സ്ലീപ്പർ സെല്ലുകൾ. ഈ സ്ലീപ്പർ സെല്ലുകളുടെ ഒരു വ്യാപനം ഇപ്പോൾ ഭാരതത്തിൽ വീണ്ടും സജീവമായിട്ടുണ്ട് എന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിലെ നമ്മുടെ സ്രോതസ്സുകൾ നമ്മോട് പറയുന്നത്. വിശ്വസനീയമായ വിവരം തന്നെയാണ്. അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് പാകിസ്ഥാനിലിരുന്ന് ഇപ്പോൾ ഭാരതത്തിലെ ഭീകരപ്രവർത്തനങ്ങൾ ഏകീകരിക്കുവാനും നിയന്ത്രിക്കുവാനും കൂടുതൽ വ്യാപിപ്പിക്കുവാനും ശ്രമിക്കുന്ന ഒരു കുറ്റവാളിയാണ്, അധോലോക കുറ്റവാളിയായിട്ടുള്ള, പാകിസ്ഥാനിലെ അധോലോകത്തിലെ ഒരു വലിയ കുറ്റവാളിയായിട്ടുള്ള ഷെഹസാദ് ഭട്ടി. ഈ ഷെഹസാദ് ഭട്ടി എന്നുള്ള പേര് പ്രേക്ഷകർക്ക് തത്വമയി ന്യൂസിലൂടെ തന്നെ ഏതാണ്ട് പരിചിതമാണ്, ഏറെക്കുറെ പരിചിതമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം പഞ്ചാബിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പിടിയിലായ ഖാലിസ്ഥാനി ഭീകരവാദികൾ, ജന്തർ മന്തറിനെ ലക്ഷ്യമിട്ട് വലിയ ഭീകരാക്രമണ പദ്ധതികൾ ആസൂത്രണം ചെയ്ത ഭീകരവാദികൾ, അവർക്ക് ആയുധങ്ങളും മറ്റ് സാമഗ്രികളും പണവും എല്ലാം നൽകിയിരുന്നത് ഷെഹസാദ് ഭട്ടി നിയന്ത്രിച്ചിരുന്ന ഒരു ശൃംഖലയായിരുന്നു. ഉത്തർപ്രദേശിൽ പിടിയിലായവരും അങ്ങനെ തന്നെ. ഈ സമീപകാലത്തായിട്ട് ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം വിവിധ സംസ്ഥാനങ്ങളിലായി പിടിയിലായിട്ടുള്ള ഭീകരവാദികൾ ഒട്ടുമിക്ക ആളുകളും അല്ലെങ്കിൽ ഒട്ടുമിക്ക ഭീകരവാദ സംഘങ്ങളും ഷെഹസാദ് ഭട്ടിയുടെ നേരിട്ടോ അല്ലാതെയോ ഉള്ള നിയന്ത്രണത്തിലുള്ള സംഘങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ രഹസ്യാന്വേഷണ ഏജൻസികൾ ഈ ഷെഹസാദ് ഭട്ടി എന്ന വ്യക്തിയെയും അയാൾ ഭാരതത്തിൽ വളർത്തിയെടുക്കുവാൻ ശ്രമിക്കുന്ന അയാളുടെ ശൃംഖലകളെയും സംബന്ധിച്ച് അതീവ ഗൗരവമായ അന്വേഷണങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് തത്വമയി ന്യൂസ് പ്രേക്ഷകരുടെ മുമ്പിൽ എക്സ്ക്ലൂസീവായി പുറത്തുവിടുന്നൊരു വിവരമാണ്. ഈ ശൃംഖലകളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നേരത്തെയുള്ള ഭീകരവാദ ശൃംഖലകൾ ഭാരതത്തിനുള്ളിൽ തന്നെയുള്ള ചില സംഘടനകളെയോ അല്ലെങ്കിൽ ഒരു പ്രസിദ്ധനായ വ്യക്തികളെയോ അല്ലെങ്കിൽ സർവകലാശാലകളെയോ ഒക്കെ ആശ്രയിച്ചാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. അല്ലെങ്കിൽ സിനിമാ താരങ്ങൾ, മറ്റ് പല രീതികൾ, അവർക്ക്
എത്രയും പെട്ടെന്ന് സമൂഹത്തിനിടയിൽ സ്വാധീനം ചെലുത്തുവാൻ ശേഷിയുള്ള ആളുകളായിരുന്നു ഈ ശൃംഖലകളുടെ നിർമ്മാണത്തിനും ഒരു വികസനത്തിനും അവർ ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ സാധാരണക്കാരാണ്, ഇപ്പോൾ ഈ ട്രക്ക് ഡ്രൈവറെ പോലെയുള്ളവർ ആണ് ഇവരുടെ ആദ്യത്തെ ഇര എന്നുള്ളതല്ല, ആദ്യത്തെ റിക്രൂട്ട്മെൻറ്റ്. ഈ സൊഹൈൽ റസാഖ് ഷെയ്ഖിന് സമൂഹത്തിൽ എന്ത് സ്വാധീനമുണ്ട്? ഒരു സാധാരണ ട്രക്ക് ഡ്രൈവർ, പക്ഷേ ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പുകളിൽ ഉൾപ്പെടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമാണ്. ഇത്രയും മതി ഈ ഷെഹസാദ് ഭട്ടിക്കും അയാളുടെ നിയന്ത്രണത്തിലുള്ള ഒന്നാം തരത്തിലെ ഭീകരവാദികൾക്കും ഈ സൊഹൈൽ റസാഖ് ഷെയ്ഖ് പ്രിയപ്പെട്ടവനാകുവാനും അയാളെ അവരുടെ ശൃംഖലയിലേക്ക് ആകർഷിച്ചെടുത്ത് അയാളിലൂടെ ആ ശൃംഖല വളർത്തുവാനുള്ള ശ്രമങ്ങൾ തുടരുവാനും. ഈ ട്രക്ക് ഡ്രൈവർ ഒരു ഉദാഹരണം മാത്രമാണ്. ഒരു പക്ഷേ ഏതെങ്കിലും ഒരു സാധാരണ മദ്രസയിലെ, ഒരു ചെറിയ മദ്രസയിലെ ഒരു ഉസ്താദാകാം, അല്ലെങ്കിൽ ആ ഒരു സാധാരണ പഞ്ചറൊട്ടിക്കുന്ന വ്യക്തിയാകാം. സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമാണോ? ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള ഭീകരവാദികളുടെ ആശയങ്ങൾ നിങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഈ ഷെഹസാദ് ഭട്ടിയുടെ ശൃംഖല ഇപ്പോൾ സൂക്ഷ്മമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് ഈ മതസംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള ഗ്രൂപ്പുകൾ നിരവധിയുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ച് അത് വളരെയധികമുണ്ട്. ആ ഗ്രൂപ്പുകളിലെല്ലാം ഇവരുടെ ആളുകൾ നിരീക്ഷണവുമായി സജീവമാണ് എന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ നമ്മോട് പറയുന്നത്. ആ നിരീക്ഷണത്തിലൂടെ ഇത്തരത്തിലുള്ള ഈ സൊഹൈൽ റസാഖിനെ പോലുള്ള ആളുകളെ അവർ തരംതിരിച്ച് മാറ്റി നിർത്തി അവരെ സമീപിക്കേണ്ട രീതിയിൽ സമീപിച്ച് ഒന്നുകിൽ അവരെ പ്രചാരകരായി ഉപയോഗിക്കും, അല്ലെങ്കിൽ ഭീകരവാദികളായി ഉപയോഗിക്കും. ഉമർ നബിയെ പോലുള്ള ചെങ്കോട്ട സ്ഫോടനത്തിൻ്റെ ഉത്തരവാദിയായിട്ടുള്ള ഹോറിഫൈഡ് ആയിട്ടുള്ള ഭീകരവാദി ഉമർ നബിയെ പോലുള്ള ഭീകരവാദികളായി മാറ്റും. അല്ല എങ്കിൽ ഈ ബൗദ്ധിക നക്സലുകളെന്ന് പറഞ്ഞല്ലോ, അതുപോലെ ഈ ബൗദ്ധിക ജിഹാദികളായി മാറ്റും. ഇത്തരത്തിലുള്ള ജിഹാദികളെ കൂടുതൽ ഉമർ നബിമാരെ ഉണ്ടാക്കുവാനുള്ള ഒരു വഴിയായോ അല്ലെങ്കിൽ അതിനുള്ള ഒരു ഏജൻ്റായിട്ടോ ഇത്തരത്തിലുള്ള ആൾക്കാരെ അവർ ഉപയോഗിക്കും. അതൊരു പക്ഷേ ഇവരുടെ ബുദ്ധിയും വിദ്യാഭ്യാസവും സമൂഹത്തിലുള്ള സ്വാധീനം ചെലുത്തുവാനുള്ള ശേഷിയും ഒക്കെ ആശ്രയിച്ചിരിക്കാം. ഏത് തലത്തിലേക്കാണ് ഇവർ പോകുന്നത്, ഏത് തട്ടിലേക്കാണ് ഇവരെ ഷെഹസാദ് ഭട്ടിയുടെ ആളുകളും ഷെഹസാദ് ഭട്ടിയും നിയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ദൗത്യത്തിനാണ് ഇവരെ നിയോഗിക്കുന്നത് എന്നുള്ളത് അവരുടെ കഴിവിനെ ആശ്രയിച്ചിരിക്കും. കഴിവ് എന്ന് ഞാൻ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, വൃത്തികെട്ട കഴിവ് എന്ന് വേണമെങ്കിൽ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാം. അത് ഒരു പക്ഷേ ഈ സൊഹൈൽ റസാഖ് ട്രക്ക് ഡ്രൈവർ ആണെങ്കിൽ പോലും വളരെയധികം ഭംഗിയായി സംസാരിക്കുന്ന ഒരാളായിരിക്കാം, ആളുകളോട് ഇടപഴകുവാൻ മിടുക്കനായിരിക്കാം, കൃത്യമായിട്ടൊരു മാത്തമാറ്റിക്കൽ പ്രൊസിഷനോടെ, ഒരു ഗണിതശാസ്ത്രത്തിൻ്റെ കൃത്യതയോടുകൂടി അല്ലെങ്കിൽ ഗണിതശാസ്ത്ര സമവാക്യത്തിൻ്റെ കൃത്യതയോടുകൂടി തന്നെ അവർ മനുഷ്യൻ്റെ ഒരു മാനസികാവസ്ഥയും അവരുടെ ഒരു കഴിവുകേടുകളും എല്ലാം വിശകലനം ചെയ്തെടുക്കും. അതിന് ഉള്ള പരിശീലനം ഈ ഷെഹസാദ് ഭട്ടിക്കും സംഘത്തിനും ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതിൻ്റെ പിന്നിൽ ISI ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇത്തരത്തിലാണ് ഇവരുടെ ശൃംഖലകളുടെ വ്യാപനം. ഇതുകൊണ്ട് അവർക്കുള്ള ഏറ്റവും വലിയ പ്രയോജനം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമൂഹത്തിൽ പ്രശസ്തനല്ലാത്ത, ഇപ്പോൾ സാക്കിർ നായിക് അല്ല ഈ സൊഹൈൽ റസാഖിനെ എത്ര ആളുകൾ അറിയും? സാക്കിർ റസാഖിനെ പലരും അറിയും. അതുകൊണ്ട് തന്നെ അയാളുടെ മേൽ ശ്രദ്ധ പതിയുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അന്വേഷണ ഏജൻസികളുടെ. സൊഹൈൽ റസാഖിൻ്റെ കാര്യത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കുവാനുള്ള സാധ്യത സാക്കിർ നായിക്കിനെ താരതമ്യം ചെയ്യുമ്പോൾ കുറവാണ്. ഈ ഒരു വിശ്വാസത്തിലാണ്, ഒരു സൊഹൈൽ റസാഖല്ല, പല സൊഹൈൽ റസാഖുമാരെ ഇവർ വളർത്തിയെടുത്തിട്ടുണ്ട് ഭാരതത്തിലുടനീളം എന്നാണ് അറിയുവാൻ കഴിയുന്നത്. അവരിലൂടെ ഈ ശൃംഖലകൾ വ്യാപിപ്പിക്കുവാനുള്ളൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഷെഹസാദ് ഭട്ടിയും സംഘവും. അതുകൊണ്ട് തന്നെ ഈ സൊഹൈൽ റസാഖിനെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് ഈ ഷെഹസാദ് ഭട്ടിയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയാണ്. കാരണം ഒരു കാലത്തും ഇത്തരത്തിലുള്ള ആളുകളെ ഇത്രയും വേഗം ATS പിടികൂടുമെന്നോ, ATS എന്നല്ല NIA പോലും പിടികൂടുമെന്നുള്ള കാര്യം ഷെഹസാദ് ഭട്ടിയും അയാളുടെ സംഘവും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരിക്കുകയില്ല. ഈ ഒരു സൊഹൈൽ റസാഖിൽ മാത്രം ഒതുങ്ങുന്നില്ല ATSൻ്റെ ഈ ഒരു ജിഹാദി വേട്ട. ഏതാണ്ട് 108ഓളം ആളുകളെ കഴിഞ്ഞ 2 ദിവസങ്ങൾക്കുള്ളിൽ ATS ചോദ്യം കഴിഞ്ഞു. ഇനിയും നിരവധി അറസ്റ്റുകൾ ഉണ്ടാകുമെന്നാണ് നമുക്കറിയുവാൻ കഴിയുന്ന വിവരം. എന്തായാലും സൊഹൈൽ ഭട്ടിയുടെ ഈ ഒരു ജിഹാദി ശൃംഖലാവ്യാപനത്തെ പൂർണ്ണമായും തകർക്കുവാൻ ദൃഢനിശ്ചയം ചെയ്തിറങ്ങിയിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡും കേന്ദ്ര അന്വേഷണ ഏജൻസികളും. ഷെഹസാദ് ഭട്ടിയെ തേടി എന്നാണ് അജ്ഞാതൻ എത്തുന്നത് എന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. കണ്ടറിയണം ഭട്ടി നിൻ്റെ ഗതി എന്താകുമെന്നുള്ളത്. അത് ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ നടന്നേക്കാം. പക്ഷേ ഇപ്പോൾ
അടിയന്തരമായി കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളിലെ ഭീകരവിരുദ്ധ സ്ക്വാഡുകളും ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം ഈ ഷെഹസാദ് ഭട്ടി ഇത്രയും കാലം കൊണ്ട് അയാളുടെ ശൃംഖല എത്രത്തോളം വ്യാപിപ്പിച്ചിട്ടുണ്ടോ അവിടെ അതിനെ തടഞ്ഞു നിർത്തി ആ ശൃംഖലയെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നുള്ള ദൗത്യമാണ്. അതിലവർ വിജയിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഈ 108 പേരെ ചോദ്യം ചെയ്ത് വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ നടക്കുവാനുള്ള സാഹചര്യം ഒരുങ്ങുന്നത് പോലും അത്തരത്തിലുള്ള കൃത്യനിഷ്ഠയോടുകൂടിയും കാര്യക്ഷമതയോടുകൂടിയും ദൃഢനിശ്ചയത്തോടും കൂടിയും ഉള്ള ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് എന്ന് വേണം പറയുവാൻ. അവർക്ക് ഉറക്കമില്ല, അവരുടെ വിജയങ്ങൾ ആഘോഷിക്കാൻ ആളില്ല, പക്ഷെ പരാജയങ്ങൾ ലോകമൊട്ടാകെ അറിയുകയും ചെയ്യും. അത്തരത്തിലൊരവസ്ഥയിലൂടെയാണ് ഈ രഹസ്യാന്വേഷണ ഏജൻസികളും ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡും എല്ലാം കടന്നു പോകുന്നതെന്ന് തത്വമയി ന്യൂസ് പലവട്ടം നന്ദിയോടെ സ്മരിച്ചിട്ടുള്ളതാണ്. കാരണം അത് തന്നെ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഒപ്പം നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ, നമ്മുടെ പരിസരങ്ങളിൽ ഇത്തരത്തിലുള്ള സംശയാസ്പദമായ സാഹചര്യങ്ങളിൽ സോഹൈൽ റസാഖുമാരെ നാം കണ്ടുമുട്ടിയാൽ ആ വിവരങ്ങൾ കൃത്യമായി NIAയോ മറ്റോ അറിയിക്കുവാനുള്ളൊരു ധാർമ്മിക ഉത്തരവാദിത്തം നാം കൂടി ഏറ്റെടുത്താൽ അവർക്കത് കുറച്ചുകൂടി സഹായകരമാവും. അല്ല എങ്കിൽ പോലും അവരവരുടെ അന്വേഷണങ്ങളും കൃത്യനിഷ്ഠയും കാര്യക്ഷമതയുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. എന്തായാലും മഹാരാഷ്ട്ര ATSന് അഭിനന്ദനങ്ങൾ. ഇത്രയും വലിയൊരു ശൃംഖലയെ തന്നെ അതിൻ്റെ അറ്റത്തെ കണ്ണിയെ പിടിച്ച് ഇനി അല്ലെങ്കിൽ ആ ചരടിൻ്റെ ഒരറ്റത്തിൽ അവർ പിടിമുറുക്കി കഴിഞ്ഞു എന്നാണ് നമുക്കറിയുവാൻ കഴിയുന്നത്. ഇനി ശക്തമായൊന്ന് പുറത്തേക്ക് വലിച്ചാൽ ആ മൂടിയിരിക്കുന്ന തിരശ്ശീല മുഴുവൻ ഈ ഷെഹസാദ് ഭട്ടിയും സംഘത്തിനെയും അയാൾ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന ശൃംഖലയെ മൂടിയിരിക്കുന്ന മറ മുഴുവൻ ഇല്ലാതായി മാറും എന്നുള്ളത് തന്നെയാണ് ATSൻ്റെയും രഹസ്യാന്വേഷണ ഏജൻസികളുടെയും വിശ്വാസം. വരും ദിവസങ്ങളിൽ കൂടുതൽ വികാസങ്ങൾ ഈ കേസിനെ സംബന്ധിച്ചുണ്ടാകും. അത് ഉണ്ടാകുന്ന മുറയ്ക്ക് തത്വമയി ന്യൂസ് പ്രേക്ഷകരുമായി അത് പങ്കുവയ്ക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്നതാണ്. RPA പോലുള്ളവരുമായിട്ടുള്ള ചർച്ച വേണ്ടി വരുന്നൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞ് വരികയാണെങ്കിൽ അതും പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ വിഷയത്തിൽ എന്തായാലും തൽക്കാലം ഇത്രമാത്രം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വിഷയത്തെ സംബന്ധിച്ച് എന്താണെന്നുള്ളത് തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുവാനായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണ്ണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.